ഹലോ ഫ്രണ്ട്സ്, കിച്ചാപ്പി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇന്നലെ കിച്ചാപ്പിയുടെ കൈയൊന്നും മുറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭയങ്കര വാശിയായിരുന്നു രാത്രിയിൽ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പനിക്കോളം ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ ഏട്ടൻ പണിക്ക് പോയി. പിന്നെ ഞാൻ ഏച്ചി ബ്രഷ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലെന്ന് തോന്നിയത്. അപ്പം ഞാൻ ഈ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് പോയി. കഴുകുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്തു. മേക്കപ്പ് എന്ന് വെച്ചാൽ സിമ്പിൾ മേക്കപ്പ്, നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന പോലെ മേക്കപ്പ് ചെയ്തു. പിന്നെ കിച്ചാപ്പിക്ക് ജീപ്പി കഴിക്കാൻ കൊടുത്തു, ഞാനും കഴിച്ചു. കിച്ചാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇടയ്ക്കേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് കിച്ചാപ്പിക്ക് മരുന്ന് കൊടുക്കേണ്ട പണിയിലാണ്. മരുന്ന് കൊടുത്തിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി. കിച്ചാപ്പിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കിച്ചാപ്പി എങ്ങോട്ട് പോണേ? ബുദ്ധി ചേച്ചനായിട്ട് പോവാ? വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങോട്ട്. തെക്കോറത്തേക്ക് പോകാനാണ് ഞങ്ങൾ പറയുക സാധാരണ. ആ കാണുന്നത് ഞങ്ങളുടെ അടുത്തൊരു സോഫ കമ്പനി ഉണ്ട്. അതിൻ്റെ സോഫയ്ക്കുള്ള മരങ്ങളാണ്. ഞങ്ങളുടെ അടുത്തുള്ള അമ്പലമാണിത്. പോണ വഴിയിൽ തന്നെയാണ്. അവിടെ നിറയെ മാവുകളുണ്ട്. പിന്നെ പോണ വഴിയിൽ നിറയെ തെങ്ങുകളുണ്ട്, വാഴകളുണ്ട്, കൊള്ളി കൃഷിയുണ്ട്. ഇതാ പറമ്പിക്കുള്ളതാണ്, വഴിയാണ്. അപ്പുറത്ത് തോടാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ നിറയെ വെള്ളം ഉണ്ടാവും ഇതിൽ. ആ കാണുന്ന വലിയ കുന്നാണ് ഭരണിപ്പച്ച. ഭരണിപ്പച്ചയുടെ താഴ്വാരത്താണ് ഞങ്ങളുടെ ഈ ഗ്രാമം. ഈ കാണുന്ന പാലം വളരെ ഫേമസ് ആണ്. പ്രായമായവരും ചടപ്പാരൊക്കെ നേരം ചെലവഴിക്കുന്ന സ്ഥലമാണിത്. ആ കാണുന്ന വഴി ഞങ്ങളുടെ പഴയ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിറയെ റബ്ബറുണ്ട്. പിന്നെ ഒരു വലിയൊരു കയറ്റം കയറണം. ആ കയറ്റം കയറി മുകളിലെത്തിയാലാണ് അവിടെയാണ് ഏട്ടൻ്റെ വീടുള്ളത്. ഇങ്ങനെ കയറി പോകാൻ ഭയങ്കര സുഖമാണ്. കാലൊക്കെ നല്ല സുഖവും. കയറി അങ്ങോട്ട് എത്തുമ്പോഴേക്കും കിതച്ചൊരു വിധവും. ആ കാണുന്നതാണ് ഏട്ടൻ്റെ വീട്. അത് ചേട്ടൻ്റെ കുട്ടിയുടെ പഠന റൂമാണ്. ചേട്ടൻ്റെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട് ഇതായിരുന്നു, ഓടായിരുന്നു. അപ്പോൾ അത് ഓട് പൊളിച്ച് ടെറസാക്കുകയാണ്. അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആൾ താമസമൊന്നുമില്ല. ഞങ്ങൾ പരിസരമൊക്കെ ഒന്ന് നോക്കാൻ വന്നതാണ്. ഇത് ഞങ്ങളുടെ മാമൻ്റെ മോൻ്റെ പോത്താണ്. ആൾ വളരെ ഉഷാറാണ്. അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് പോന്നു. ഇവിടെ നിന്ന് നോക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭരണിപ്പച്ച എന്ന് പറഞ്ഞത്. അവിടെ ഒരു പ്രാവശ്യം ഉരുൾ പൊട്ടിയതാണ്. ഇവിടെ നാട്ടുകാരുടെ ഭയം കൊണ്ട് താഴേക്ക് എത്തിയില്ല എന്ന് മാത്രം. ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി. വളരെ എന്താ പറയുക, നൊസ്റ്റ് അടിക്കുന്നതാണ് തുണിത്തൊട്ടിയിലാണ് നാടുന്നതൊക്കെ. അപ്പോൾ എനിക്ക് തടി കുറവായതുകൊണ്ട് അതെങ്ങാനും പൊട്ടി വീഴുമെന്ന് കിച്ചോനൊരു പേടി. കാരണം കിച്ചപ്പ് കുറച്ച് വാശി തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നീച്ചു. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ പഴയ ഓർമ്മകളിലേക്ക് പോകാൻ ഇഷ്ടമാണോ? ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. കിച്ചുവിൻ്റെ കൈ വിട്ട കിച്ചിപ്പം നിലത്തെത്തും. അവനെ ഇങ്ങനെയൊക്കെ നടക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ആ സ്ഥലം അത്ര നല്ലതല്ല. കൈ വിട്ട് കഴിഞ്ഞാൽ അപ്പം നിലത്തേക്ക് എത്തും. അത് കാരണം ഞാൻ നോക്കിയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതെന്ന്. കണ്ട അവൻ കുറുമ്പ് കൂടുതലായി കഴിഞ്ഞാൽ ഓടി പോവാണ്.